ഏവർക്കും നമസ്കാരം. അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സ്നേഹ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇന്ത്യ ഗതാഗതത്തെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടെ നോക്കാം. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ദേശീയ ജലപാതകളെ കുറിച്ചാണ്. ആദ്യത്തെ ചോദ്യം: എത്രാമത്തെ ദേശീയ ജലപാതയാണ് ഗോദാവരി, കൃഷ്ണ എന്നീ നദികളിലൂടെ കാക്കിനടയെയും പുതുച്ചേരിയെയും ബന്ധിപ്പിക്കുന്നത് എന്നാണ്. അതിനുത്തരം ദേശീയ ജലപാത 4 ആണ്. ദേശീയ ജലപാത 4 ആണ് ഗോദാവരി, കൃഷ്ണ എന്നീ നദികളിലൂടെ കാക്കിനടയെയും പുതുച്ചേരിയെയും ബന്ധിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 1. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയുടെ നമ്പറാണ് 1. ദേശീയ ജലപാത 1ന്റെ നീളം 1620 കിലോമീറ്റർ ആണ്. ദേശീയ ജലപാത 1ന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? 1620 കിലോമീറ്റർ ആണ്. ദേശീയ ജലപാത 1 അലഹബാദിനെ ഏത് സ്ഥലവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? ഹാൽഡിയ. ദേശീയ ജലപാത 1 അലഹബാദിനെ ഹാൽഡിയ എന്ന സ്ഥലവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ദേശീയ ജലപാത 1 പ്രഖ്യാപിക്കപ്പെട്ടത് 1986-ലാണ്. 1986-ലാണ് ദേശീയ ജലപാത 1 പ്രഖ്യാപിക്കപ്പെട്ടത്. ദേശീയ ജലപാത 2 കടന്നു പോകുന്ന സംസ്ഥാനമാണ് ആസാം. ദേശീയ ജലപാത 2 കടന്നു പോകുന്നത് ആസാമിലൂടെയാണ്. ദേശീയ ജലപാത 2ന്റെ നീളം എത്രയാ? 891 കിലോമീറ്റർ ആണ്. ദേശീയ ജലപാത 2ന്റെ നീളം 891 കിലോമീറ്റർ ആണ്. ദേശീയ ജലപാത 3 കടന്നു പോകുന്നത് കേരളത്തിലൂടെയാണ്. ദേശീയ ജലപാത 3 കടന്നു പോകുന്ന സംസ്ഥാനമാണ് കേരളം. ആ പാതയുടെ നീളം വരുന്നത് 365 കിലോമീറ്റർ ആണ്. ബക്കിംഗ്ഹാം കനാൽ എത്രാമത്തെ ദേശീയ ജലപാതയുടെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ദേശീയപാത 4ന്റെ ഭാഗമാണ്. ബക്കിംഗ്ഹാം കനാൽ ദേശീയ ജലപാത 4ന്റെ ഭാഗമാണ്. ബ്രഹ്മണി മഹാനദിയിലെ ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ 5 ആണ്. ബ്രഹ്മണി മഹാനദിയിലെ ദേശീയ ജലപാത ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം നാഷണൽ വാട്ടർവേ 5 ആണ്. സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. 13ാമത്തെ ദേശീയ ജലപാതയാണ് അനന്ത വിക്ടോറിയ മാർത്താണ്ഡൻ കനാൽ എന്നും അറിയപ്പെടുന്നത്. എത്രാമത്തെ ദേശീയ ജലപാതയാണ് അനന്ത വിക്ടോറിയ മാർത്താണ്ഡൻ കനാൽ എന്നറിയപ്പെടുന്നത്? 13. AVM കനാൽ എന്നും പറയുന്നു. ദേശീയ ജലപാത 3 ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? കോട്ടപ്പുറം, കൊല്ലം. ദേശീയ ജലപാത 3 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? കോട്ടപ്പുറം, കൊല്ലം. ഗംഗാ നദിയിലാണ് ദേശീയ ജലപാത 1. ഏത് നദിയിലാണ് ദേശീയ ജലപാത 1? ഗംഗാ നദിയിലാണ്. എത്രാമത്തെ ദേശീയ ജലപാതയാണ് സാദിയ, ദുബ്രി എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നത്? ദേശീയ ജലപാത 2. ദേശീയ ജലപാത 2 ആണ് സാദിയ, ദുബ്രി എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അടുത്തത് നമുക്ക് റെയിൽ ഗതാഗതത്തെ കുറിച്ച് പഠിക്കാം. ഇന്ത്യയിൽ ആദ്യ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താനെ വരെ സ്ഥാപിച്ച വർഷമാണ് 1853. ഇന്ത്യയിൽ ആദ്യ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താനെ വരെ സ്ഥാപിച്ചത് 1853-ലാണ്. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ സ്ഥാപിതമായത് 1881-ലാണ്. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ സ്ഥാപിതമായ വർഷം 1881-ലാണ്. ജമ്മുവിനെയും കന്യാകുമാരിയെയും ബന്ധിപ്പിച്ച് ഓടുന്ന ട്രെയിനാണ് ഹിമസാഗർ. ജമ്മുവിനെയും കന്യാകുമാരിയെയും ബന്ധിപ്പിച്ച് ഓടുന്ന ട്രെയിനാണ് ഹിമസാഗർ. നമ്മ മെട്രോ എന്ന് പേരുള്ള മെട്രോ ബംഗളൂരുവിലാണുള്ളത്. നമ്മ മെട്രോ എന്ന് പേരുള്ള മെട്രോ ബംഗളൂരുവിലാണ് ഉള്ളത്. ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽ മുംബൈയിലാണ്. ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽ എവിടെയാണ്? മുംബൈയിലാണ്. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലെ പെരമ്പൂരിലാണ്. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെയാണ്? ചെന്നൈയിലെ പെരമ്പൂർ എന്ന സ്ഥലത്താണ്. ഏത് സ്ഥാപനമാണ് ലൈഫ് ലൈൻ എക്സ്പ്രസ് ആവിഷ്കരിച്ചത്? ഇന്ത്യൻ റെയിൽവേസ് ആണ്. ഇന്ത്യൻ റെയിൽവേസ് ആണ് ലൈഫ് ലൈൻ എക്സ്പ്രസ് ആവിഷ്കരിച്ചത്. CCTV സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ ട്രെയിനാണ് ന്യൂഡൽഹി അമൃത്സർ എക്സ്പ്രസ്. CCTV സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ ട്രെയിനാണ് ന്യൂഡൽഹി അമൃത്സർ എക്സ്പ്രസ്. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിനാണ് മേധ. മുഴുവൻ ഭാഗങ്ങളും നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിനാണ് മേധ.
ഏത് നേതാവിന്റെ ജന്മശതാബ്ദി പ്രമാണിച്ചാണ് ഇന്ത്യയിൽ ശതാബ്ദി ട്രെയിനുകൾ ഓടിത്തുടങ്ങിയത്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മശതാബ്ദി പ്രമാണിച്ചാണ് ഇന്ത്യയിൽ ശതാബ്ദി ട്രെയിനുകൾ ഓടിത്തുടങ്ങിയത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ഏതാണ്? മുംബൈ മുതൽ താനെ വരെയുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത മുംബൈ മുതൽ താനെ വരെയാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഇന്ത്യൻ ട്രെയിനാണ് നവയുഗ് എക്സ്പ്രസ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഇന്ത്യൻ ട്രെയിനാണ് നവയുഗ് എക്സ്പ്രസ്. കോവൈ എക്സ്പ്രസ് ചെന്നൈയെ ഏതു നഗരവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? കോയമ്പത്തൂർ നഗരവുമായിട്ടാണ്. കോവൈ എക്സ്പ്രസ് ചെന്നൈയെയും കോയമ്പത്തൂരിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. ഗോദ്ര സംഭവത്തിൽ ആക്രമിക്കപ്പെട്ട ട്രെയിനാണ് സബർമതി എക്സ്പ്രസ്. ഗോദ്ര സംഭവത്തിൽ ആക്രമിക്കപ്പെട്ട ട്രെയിനാണ് സബർമതി എക്സ്പ്രസ്. ഗോദ്ര സംഭവം നടന്ന വർഷം 2002-ലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോയാണ് ഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോയാണ് ഡൽഹി. ഇന്ത്യയിൽ ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ള സംസ്ഥാനമാണ് ആസാം. ഇന്ത്യയിൽ ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ള സംസ്ഥാനമാണ് ആസാം. ആ തീവണ്ടിയുടെ പേരാണ് ഗുവാഹത്തി സിൽച്ചാർ. ഇന്ത്യൻ റെയിൽവേക്ക് ലോകത്തിൽ എത്രാം സ്ഥാനമാണുള്ളത്? 5-ാം സ്ഥാനമാണ്. ഇന്ത്യൻ റെയിൽവേക്ക് ലോകത്തിൽ എത്രാം സ്ഥാനമാണ്? 5-ാം സ്ഥാനമാണ്. USA, ചൈന, റഷ്യ, കാനഡ എന്നിവയ്ക്ക് ശേഷമാണ് 5-ാം സ്ഥാനമുള്ളത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തേജസ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന നഗരങ്ങളാണ് ചെന്നൈ, എഗ്മൂരും മധുര. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തേജസ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന നഗരങ്ങളാണ് ചെന്നൈ, എഗ്മൂരും മധുര. കിഴക്കൻ മധ്യ റെയിൽവേയിൽ ആസ്ഥാനം ഹാജിപൂർ ആണ്. കിഴക്കൻ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം ഹാജിപൂർ ആണ്. കൊങ്കൺ റെയിൽവേയിൽ ആദ്യ യാത്രാ തീവണ്ടി ഓടിത്തുടങ്ങിയത് 1998-ലാണ്. 1998-ലാണ് കൊങ്കൺ റെയിൽവേയിൽ ആദ്യമായി യാത്രാ തീവണ്ടി ഓടിത്തുടങ്ങിയത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിനായ തേജസ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് ലക്നൌവും ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിനായ തേജസ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന നഗരങ്ങളാണ് ലക്നൌ, ന്യൂഡൽഹി. ബ്രോഡ്ഗേജ് തീവണ്ടി പാതയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം 1676 മില്ലിമീറ്റർ ആണ്. ബ്രോഡ്ഗേജ് തീവണ്ടി പാതയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം 1676 മില്ലിമീറ്റർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈറ്റ് സ്പീഡ് ട്രെയിൻ ഗതിമാൻ എക്സ്പ്രസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈറ്റ് സ്പീഡ് ട്രെയിൻ ഗതിമാൻ എക്സ്പ്രസ് ആണ്. ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ജയ്പൂർ ആണ്. ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ജയ്പൂർ ആണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ മെട്രോ റെയിൽവേ സ്ഥാപിക്കപ്പെട്ടത് ബംഗളൂരുവിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ മെട്രോ റെയിൽവേ സ്ഥാപിക്കപ്പെട്ട നഗരമാണ് ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ ടണൽ റെയിൽവേ സ്റ്റേഷൻ ഹിമാചൽ പ്രദേശിലെ കെയ്ലോങ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ ടണൽ റെയിൽവേ സ്റ്റേഷൻ ഹിമാചൽ പ്രദേശിലെ കെയ്ലോങ്ങിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ റെയിൽവേ സ്റ്റേഷൻ ഏതാ? ഗുവാഹത്തിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ വരുന്നത്? ചെന്നൈയിലാണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ ആണ്. ഇന്ത്യൻ റെയിൽവേ ആദ്യത്തെ റെസ്റ്റോറന്റ് ഓൺ വീൽസ് ആരംഭിച്ച സ്റ്റേഷനാണ് അസൻസോൾ. ഇന്ത്യൻ റെയിൽവേ ആദ്യത്തെ റെസ്റ്റോറന്റ് ഓൺ വീൽസ് ആരംഭിച്ച സ്റ്റേഷനാണ് അസൻസോൾ. ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേയറ്റത്തെ റെയിൽവേ സ്റ്റേഷനാണ് ലേക്കാപാനി. ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേയറ്റത്തെ റെയിൽവേ സ്റ്റേഷനാണ് ലേക്കാപാനി. ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറേയറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാ? നലിയ. ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറേയറ്റത്തെ റെയിൽവേ സ്റ്റേഷനാണ് നലിയ. ഝാൻസി റെയിൽവേ സ്റ്റേഷന് നിർദ്ദേശിക്കപ്പെട്ട പുതിയ പേരാണ് വീരാംഗന ലക്ഷ്മിബായി റെയിൽവേ സ്റ്റേഷൻ. ഝാൻസി റെയിൽവേ സ്റ്റേഷന് നിർദ്ദേശിക്കപ്പെട്ട പുതിയ പേരാണ് വീരാംഗന ലക്ഷ്മിബായി റെയിൽവേ സ്റ്റേഷൻ. പശ്ചിമ ബംഗാളിലെ റെയിൽവേ എഞ്ചിൻ ഫാക്ടറിയുടെ പേരാണ് ചിത്തരഞ്ജൻ. പശ്ചിമ ബംഗാളിലെ റെയിൽവേ എഞ്ചിൻ ഫാക്ടറിയുടെ പേരാണ് ചിത്തരഞ്ജൻ. കൊങ്കൺ റെയിൽവേ ബന്ധപ്പെടുത്തുന്ന സ്ഥലങ്ങളാണ് മംഗലാപുരവും മുംബൈയും. കൊങ്കൺ റെയിൽവേ ബന്ധപ്പെടുത്തുന്ന സ്ഥലങ്ങളാണ് മംഗലാപുരവും മുംബൈയും. മുംബൈ റോഹ എന്നും പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ ആണ് ഡാർജിലിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ ആണ് ഡാർജിലിംഗ്. റാക്ക് റെയിൽ സംവിധാനത്തിലൂടെ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഏക സുഖവാസ കേന്ദ്രമാണ് ഊട്ടി. റാക്ക് റെയിൽവേ സംവിധാനത്തിലൂടെ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഏക സുഖവാസ കേന്ദ്രമാണ് ഊട്ടി. ഇന്ത്യയിലെ ആദ്യത്തെ കിസാൻ റെയിൽ ആരംഭിച്ചത് ഏതെല്ലാം സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ്?
മഹാരാഷ്ട്രയെയും ബീഹാറിനെയും. ഇന്ത്യയിലെ ആദ്യത്തെ കിസാൻ റെയിൽ ആരംഭിച്ചത് മഹാരാഷ്ട്രയെയും ബീഹാറിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ്. 2020 ആരംഭിച്ചത്. ഗുജറാത്തിലാണ് റെയിൽവേ ട്രാക്കിന് മുകളിൽ ആദ്യ പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിച്ചത്. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വരുന്ന ആദ്യ നഗരമാണ് മുംബൈ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വടക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷനാണ് ബാരാമുള്ള. കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം വരുന്നത് കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഹോസ്റ്റസുമാരെ നിയമിച്ചത് ഗതിമാൻ എക്സ്പ്രസ് എന്ന ട്രെയിനിലാണ്. ഏത് ട്രെയിനിലാണ്? ഗതിമാൻ എക്സ്പ്രസ്. ഇന്ത്യൻ റെയിൽവേസിന്റെ ആസ്ഥാനമാണ് റെയിൽ ഭവൻ. ഏതിന്റെ ആസ്ഥാനമാണ് റെയിൽ ഭവൻ? ഇന്ത്യൻ റെയിൽവേസിന്റെ ആസ്ഥാനമാണ് റെയിൽ ഭവൻ. ഇന്ത്യയിൽ ആദ്യമായി സർവീസ് നടത്തിയ തീവണ്ടിയാണ് ഫെയറി ക്വീൻ. താർ എക്സ്പ്രസ് ഓടുന്നത് ജോധ്പൂരിനും ഏത് നഗരത്തിനും ഇടയ്ക്കാണ്? കറാച്ചി. കറാച്ചിക്കും ഇടയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ആണ് ഡെക്കാൻ ക്വീൻ. കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ചത് 1998 ജനുവരി 26-നാണ്. 1998 ജനുവരി 26-നാണ് കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന തീവണ്ടിയായ വിവേക് എക്സ്പ്രസ് ദിബ്രുഗഡിനെ ഏതു സ്ഥലവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? കന്യാകുമാരിയുമായിട്ടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന തീവണ്ടിയാണ് വിവേക് എക്സ്പ്രസ്. ഈ വിവേക് എക്സ്പ്രസ് ദിബ്രുഗഡിനെ ഏതു സ്ഥലവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? കന്യാകുമാരിയുമായിട്ടാണ്. PPP രീതിയിൽ റീഡെവലപ്പ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഗുജറാത്തിലെ ഗാന്ധിനഗർ. ഏറ്റവും കൂടുതൽ തുരങ്കങ്ങളുള്ള ഇന്ത്യൻ റെയിൽപാതയാണ് കൽക്ക ഷിംല. തുരങ്കത്തിൽ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് കീലോങ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ജമ്മു കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശത്താണ്. ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ്? ജമ്മു കാശ്മീർ. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാ? കന്യാകുമാരി. കൊങ്കൺ റെയിൽവേയുടെ നീളം 741 കിലോമീറ്റർ ആണ്. റോഹ മംഗലാപുരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടോയ് ട്രെയിൻ ഏതാ? ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ റൂട്ട് ദൈർഘ്യത്തിൽ ഏറ്റവും കൂടുതലുള്ള പാതയാണ് ബ്രോഡ് ഗേജ്. 1.676 മീറ്റർ ആണുള്ളത്. ശതാബ്ദി എക്സ്പ്രസ് ആരംഭിച്ചത് 1988-ലാണ്. ശതാബ്ദി എക്സ്പ്രസ് ആരംഭിച്ച വർഷം 1988 ആണ്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ കിസാൻ റെയിൽ ആരംഭിച്ചത് ഏതെല്ലാം സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ ഏതെല്ലാം കേന്ദ്രഭരണ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ്? ആന്ധ്രാപ്രദേശും ഡൽഹിയും. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ കിസാൻ റെയിൽ ആരംഭിച്ചത് ഏതെല്ലാം സംസ്ഥാനങ്ങളെയോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശും ഡൽഹിയും. 2020 നടന്നത്. നീലഗിരി പർവ്വത റെയിൽവേ ഊട്ടിയെ ഏത് സ്ഥലവുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്? മേട്ടുപ്പാളയം. നീലഗിരി പർവ്വത റെയിൽവേ ഊട്ടിയെ മേട്ടുപ്പാളയം എന്ന സ്ഥലവുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി. 2019 ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യത്തെ ഫുഡ് ട്രക്ക് ആരംഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് പൂനെ. ഇന്ത്യയിൽ ആദ്യമായി ഡബിൾ ഡെക്കർ കോച്ച് ഘടിപ്പിച്ച ട്രെയിൻ സിംഹഗഡ് എക്സ്പ്രസ്. ട്രെയിനാണ് സിംഹഗഡ് എക്സ്പ്രസ് മുംബൈ പൂനെ.
ഗ്രാമങ്ങളിൽ വൈദ്യസഹായം എത്തിക്കാനായി ലൈഫ് ലൈൻ എക്സ്പ്രസ് ആരംഭിച്ചത് 1991-ലാണ്. ഗ്രാമങ്ങളിൽ വൈദ്യസഹായം എത്തിക്കാനായി ലൈഫ് ലൈൻ എക്സ്പ്രസ് ആരംഭിച്ച വർഷമാണ് 1991. ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്ററാണ് റിങ്കു സിൻഹ. ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്ററാണ് റിങ്കു സിൻഹ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവകലാശാല നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് വഡോദരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവകലാശാലയാണ് നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ വഡോദരയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവകലാശാലയുള്ളത് ഗുജറാത്തിലെ വഡോദര എന്ന സ്ഥലത്തുള്ള നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യമാണ് ജപ്പാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യമാണ് ജപ്പാൻ. വിവേക് ദേബ്രോയ് കമ്മിറ്റി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യൻ റെയിൽവേയുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. വിവേക് ദേബ്രോയ് കമ്മിറ്റി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യൻ റെയിൽവേയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ഏത് സോണിന്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹി? നോർത്ത് സോണിന്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. ഇന്ത്യൻ റെയിൽവേയുടെ നോർത്തേൺ സോണിന്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി ആരംഭിച്ച കമാൻഡോ വിഭാഗമാണ് കോറസ്. ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി ആരംഭിച്ച കമാൻഡോ വിഭാഗമാണ് കോറസ്. കമാൻഡോ ഫോർ റെയിൽവേ സെക്യൂരിറ്റി ആണ്. ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ജനശതാബ്ദി എക്സ്പ്രസ് പ്രവർത്തനം ആരംഭിച്ച വർഷം 2002-ലാണ്. ജനശതാബ്ദി എക്സ്പ്രസ് പ്രവർത്തനം ആരംഭിച്ച വർഷം 2002 ആണ്. ചീഫ് കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റിയുടെ ആസ്ഥാനം ലക്നൗ ആണ്. ചീഫ് കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റിയുടെ ആസ്ഥാനം ലക്നൗ ആണ്. പൂർണ്ണമായും വൈദ്യുതീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സോണാണ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ. പൂർണ്ണമായും വൈദ്യുതീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സോണാണ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ. ടാഗോറിന്റെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിനാണ് സംസ്കൃതി എക്സ്പ്രസ്. ടാഗോറിന്റെ 150-ാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിനാണ് സംസ്കൃതി എക്സ്പ്രസ്. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ സ്ഥാപിതമായ റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ സ്ഥാപിതമായ റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ. സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണമാണ്. സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണമാണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ആണ് വിവേക് എക്സ്പ്രസ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ആണ് വിവേക് എക്സ്പ്രസ്. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ തീവണ്ടി ഏതാ? ഗതിമാൻ എക്സ്പ്രസ്. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ തീവണ്ടിയാണ് ഗതിമാൻ എക്സ്പ്രസ്. 1951-ലാണ് ഇന്ത്യൻ റെയിൽവേ ദേശസാത്കരിക്കപ്പെട്ടത്. 1951-ലാണ് ഇന്ത്യൻ റെയിൽവേ ദേശസാത്കരിക്കപ്പെട്ടത്. പിൽക്കാലത്ത് അതായത് 1952-ൽ വഡോദരയിലേക്ക് മാറ്റിയ റെയിൽവേ സ്റ്റാഫ് കോളേജ് 1930-ൽ എവിടെയാണ് സ്ഥാപിച്ചത്? ഡെറാഡൂൺ. പിൽക്കാലത്ത് വഡോദരയിലേക്ക് മാറ്റിയ റെയിൽവേ സ്റ്റാഫ് കോളേജ് 1930-ൽ എവിടെയാണ് സ്ഥാപിച്ചത്? ഡെറാഡൂണിലാണ്. റെയിൽവീൽ ഫാക്ടറി എവിടെയാണുള്ളത്? കർണാടകയിലെ യലഹങ്ക. റെയിൽവീൽ ഫാക്ടറി എവിടെയാണ്? കർണാടകയിലെ യലഹങ്ക. വിവേകാനന്ദന്റെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ചതാണ് വിവേക് എക്സ്പ്രസ്. വിവേകാനന്ദന്റെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിനാണ് വിവേക് എക്സ്പ്രസ്. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ആദ്യത്തെ ട്രെയിനാണ് ന്യൂഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ്. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ആദ്യത്തെ ട്രെയിൻ ഏതാ? ന്യൂഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ്. സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഭോപ്പാൽ. സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഭോപ്പാൽ. ചാർമിനാർ എക്സ്പ്രസ് ഏതൊക്കെ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഹൈദരാബാദ്, ചെന്നൈ. ചാർമിനാർ എക്സ്പ്രസ് ഏതൊക്കെ നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഹൈദരാബാദ്, ചെന്നൈ. സുവർണ ചതുഷ്കോണം പദ്ധതിക്ക് സമാനമായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതിയാണ് വജ്ര ചതുഷ്കോണം. സുവർണ ചതുഷ്കോണം പദ്ധതിക്ക് സമാനമായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതിയാണ് വജ്ര ചതുഷ്കോണം, ഡയമണ്ട് ക്വാഡ്രിലേറ്ററൽ. ഇന്ത്യയിലെ ആദ്യത്തെ നാരോ ഗേജ് റെയിൽപാതയാണ് ബറോഡ സ്റ്റേറ്റ് റെയിൽവേ. ഇന്ത്യയിലെ ആദ്യത്തെ നാരോ ഗേജ് റെയിൽപാതയാണ് ബറോഡ സ്റ്റേറ്റ് റെയിൽവേ. 1862-ലാണ് സ്ഥാപിതമായത്. രാജധാനി എക്സ്പ്രസ് ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചത് 1969-ലാണ്. 1969-ലാണ് രാജധാനി എക്സ്പ്രസ് ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചത്.
ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാലമാണ് താനെ ക്രീക്കിന് മുകളിലുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാലമാണ് താനെ ക്രീക്കിന് മുകളിലുള്ളത്. 1854 ഇന്ത്യയിലെ ആദ്യത്തെ എലിവേറ്റഡ് റെയിൽവേ ആണ് ചെന്നൈ ബീച്ച് മുതൽ ചെപ്പോക്ക് വരെയുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ എലിവേറ്റഡ് റെയിൽവേ ചെന്നൈ ബീച്ച് മുതൽ ചെപ്പോക്ക് വരെയാണ്. 1995 ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല പേരാണ് ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലർ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാലത്തെ പേരാണ് ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലർ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസാക്കിയത് 1890. ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസാക്കിയ വർഷം 1890. ഇന്ത്യയിലെ ഏറ്റവും ചരിവ് കൂടിയ റെയിൽപാതയാണ് മേട്ടുപ്പാളയം ഉദകമണ്ഡലം. ഇന്ത്യയിലെ ഏറ്റവും ചരിവ് കൂടിയ റെയിൽപാതയാണ് മേട്ടുപ്പാളയം ഉദകമണ്ഡലം. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ ട്രെയിനാണ് രാജധാനി എക്സ്പ്രസ്. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ ട്രെയിനാണ് രാജധാനി എക്സ്പ്രസ്. വിവേക് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് ദിബ്രുഗഡ്, കന്യാകുമാരി എന്നീ സ്ഥലങ്ങളെയാണ്. വിവേക് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ദിബ്രുഗഡ്, കന്യാകുമാരി. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്രയായ ആനക്കുട്ടിയാണ് ബോലു. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ട്രെയിനാണ് തേജസ് എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ട്രെയിനാണ് തേജസ് എക്സ്പ്രസ്. ഇന്ത്യയിലെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങൾ ബന്ധിപ്പിച്ച് ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന ട്രെയിൻ സർവീസ് ആണ് ഭാരത് ദർശൻ. ഇന്ത്യയിലെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിച്ച് ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന ട്രെയിൻ സർവീസ് ആണ് ഭാരത് ദർശൻ. മഹാരാഷ്ട്രയിലും ഗോവയിലെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ആഡംബര ട്രെയിനാണ് ഡെക്കാൻ ഒഡീസി. മഹാരാഷ്ട്രയിലെയും ഗോവയിലെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആഡംബര ട്രെയിനാണ് ഡെക്കാൻ ഒഡീസി. കർണാടക സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനും റെയിൽവേയും സഹകരിച്ച് നടത്തുന്ന ആഡംബര ട്രെയിനാണ് ഗോൾഡൻ ചാരിയറ്റ്. കർണാടക സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനും റെയിൽവേയും സഹകരിച്ച് നടത്തുന്ന ആഡംബര ട്രെയിനാണ് ഗോൾഡൻ ചാരിയറ്റ്. ബുദ്ധമത തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള ടൂറിസ്റ്റ് ട്രെയിനാണ് മഹാപരിനിർവൺ സ്പെഷ്യൽ ട്രെയിൻ. ബുദ്ധമത തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള ടൂറിസ്റ്റ് ട്രെയിനാണ് മഹാപരിനിർവാൺ സ്പെഷ്യൽ ട്രെയിൻ. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ആഡംബര ട്രെയിൻ ഏതാ? മഹാരാജ എക്സ്പ്രസ് ആണ്. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ആഡംബര ട്രെയിനാണ് മഹാരാജ എക്സ്പ്രസ്. രാജധാനി എക്സ്പ്രസിന്റെ നിറമാണ് ചുവപ്പ്. രാജധാനി എക്സ്പ്രസിന്റെ നിറം ചുവപ്പാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെയാണ് റോയൽ ഓറിയന്റ് ട്രെയിൻ ഓടുന്നത്? ഗുജറാത്ത്, രാജസ്ഥാൻ. ഏതൊക്കെ സംസ്ഥാനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെയാണ് റോയൽ ഓറിയന്റ് ട്രെയിൻ ഓടുന്നത്? ഗുജറാത്ത്, രാജസ്ഥാൻ. രാജസ്ഥാൻ എന്ന സംസ്ഥാനത്താണ് സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനും റെയിൽവേയും സഹകരിച്ച് നടത്തുന്ന ടൂറിസ്റ്റ് ട്രെയിൻ ഹെറിറ്റേജ് ഓൺ വീൽസ്. രാജസ്ഥാനിലെ സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനും റെയിൽവേയും സഹകരിച്ച് നടത്തുന്ന ടൂറിസ്റ്റ് ട്രെയിനാണ് ഹെറിറ്റേജ് ഓൺ വീൽസ്. മഹാരാജ എക്സ്പ്രസ് ഏതൊക്കെ പ്രദേശങ്ങളായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? രാജസ്ഥാൻ, ഡൽഹി, ആഗ്ര. മഹാരാജ എക്സ്പ്രസ് രാജസ്ഥാൻ, ഡൽഹി, ആഗ്ര എന്നീ പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്ക് സർവീസ് നടത്തുന്ന തീവണ്ടിയാണ് സംഝോത എക്സ്പ്രസ്, ഡൽഹി ലാഹോർ. ഇന്ത്യയിലെ ജോധ്പൂരിനെയും പാകിസ്ഥാനിലെ കറാച്ചിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സർവീസ് ആണ് താർ എക്സ്പ്രസ്. ഇന്ത്യയിലെ ജോധ്പൂരിനെയും പാകിസ്ഥാനിലെ കറാച്ചിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സർവീസ് ആണ് താർ എക്സ്പ്രസ്. കൊൽക്കത്തയെയും ധാക്കയെയും ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് മൈത്രി എക്സ്പ്രസ്. കൊൽക്കത്തയെയും ധാക്കയെയും ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് മൈത്രി എക്സ്പ്രസ്. കൊൽക്കത്തയെയും ബംഗ്ലാദേശിലെ ഗുൽനെയെയും ബന്ധിപ്പിക്കുന്ന ട്രെയിൻ ഏതാ? ബന്ധൻ എക്സ്പ്രസ് ആണ്. കൊൽക്കത്തയെയും ബംഗ്ലാദേശിലെ ഗുൽനെയെയും ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് ബന്ധൻ എക്സ്പ്രസ്. അടുത്ത നമുക്ക് വ്യോമഗതാഗതത്തെ കുറിച്ച് നോക്കാം. മഹാരാജ എന്ന ചിഹ്നം ഏത് സ്ഥാപനത്തെയാണ് സൂചിപ്പിക്കുന്നത്? എയർ ഇന്ത്യയാണ്. മഹാരാജ എന്ന ചിഹ്നം എയർ ഇന്ത്യയാണ് സൂചിപ്പിക്കുന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് 1995. 1995 എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത്. സാന്താക്രൂസ് വിമാനത്താവളം മുംബൈയിലാണ്. സാന്താക്രൂസ് വിമാനത്താവളം എവിടെയാണ്? മുംബൈയിലാണ്. സർദാർ പട്ടേൽ ഇന്റർനാഷണൽ വിമാനത്താവളം അഹമ്മദാബാദിലാണ്. സർദാർ പട്ടേൽ ഇന്റർനാഷണൽ വിമാനത്താവളം എവിടെയാണ്? അഹമ്മദാബാദ്. OP ജിൻഡാൽ വിമാനത്താവളം ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ്. OP ജിൻഡാൽ വിമാനത്താവളം എവിടെയാണ്? ഛത്തീസ്ഗഡിലെ റായ്പൂർ.
ജോളി ഗ്രാൻഡ് എയർപോർട്ട് ഡെറാഡൂണിലാണ്. ജോളി ഗ്രാൻഡ് എയർപോർട്ട് എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ തന്നെ ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ളത് ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലാണ്. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ളത് ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലാണ്. ലോക് നായക് ജയപ്രകാശ് നാരായൺ എന്ന വിമാനത്താവളം പാറ്റ്നയിലാണ്. ലോക് നായക് ജയപ്രകാശ് നാരായൺ എന്ന വിമാനത്താവളം എവിടെയാണ്? പാറ്റ്നയിലാണ്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പൈലറ്റ് ഇല്ലാത്ത ചെറു വിമാനമാണ് നേത്ര. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പൈലറ്റ് ഇല്ലാത്ത ചെറു വിമാനമാണ് നേത്ര. രാജാസാൻസി വിമാനത്താവളം എവിടെയാണ്? അമൃതസറിലാണ്. രാജാസാൻസി വിമാനത്താവളം അമൃതസർ എന്ന സ്ഥലത്താണ്. രാജാസാൻസി വിമാനത്താവളത്തെ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നും അറിയപ്പെടുന്നുണ്ട്. സിവിൽ ഏവിയേഷൻ ട്രെയിനിങ് കോളേജ് എവിടെയാണ് വരുന്നത്? അലഹബാദിലെ പ്രയാഗ്രാജിലാണ്. സിവിൽ ഏവിയേഷൻ ട്രെയിനിങ് കോളേജ് എവിടെയാണ്? അലഹബാദിലെ പ്രയാഗ്രാജിലാണ്. ഇന്ത്യയിൽ എയർ ടാക്സി ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് ഹരിയാന. ഇന്ത്യയിൽ എയർ ടാക്സി ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് ഹരിയാന. ബജ്പേയി വിമാനത്താവളം ന്യൂ മാംഗ്ലൂരിലാണ്. ബജ്പേയി വിമാനത്താവളം എവിടെയാണ്? ന്യൂ മാംഗ്ലൂരിലാണ്. എയർ ഇന്ത്യയുടെ ആദ്യ വിദേശ വിമാന സർവീസ് എവിടേക്കായിരുന്നു? ലണ്ടനിലേക്കായിരുന്നു. എയർ ഇന്ത്യയുടെ ആദ്യ വിദേശ വിമാന സർവീസ് ലണ്ടനിലേക്കായിരുന്നു. ഇന്ത്യയിലെ ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. എയർ ഡെക്കാൻ എയർവേസിന്റെ ആസ്ഥാനം ബംഗളൂരു. എയർ ഡെക്കാൻ എയർവേസിന്റെ ആസ്ഥാനം ബംഗളൂരുവാണ്. ദീൻദയാൽ ഉപാധ്യായ എയർപോർട്ട് ആഗ്രയിലാണ്. ദീൻദയാൽ ഉപാധ്യായ എയർപോർട്ട് എവിടെയാണ്? ആഗ്രയിലാണ്. ഹൈദരാബാദിനടുത്ത് നിർമ്മിച്ച പുതിയ വിമാനത്താവളമാണ് ശംഷാബാദ്. ഹൈദരാബാദിനടുത്ത് നിർമ്മിച്ച പുതിയ വിമാനത്താവളമാണ് ശംഷാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ് ദുർഗാപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ് ദുർഗാപൂർ. കാസി നസ്രുൽ ഇസ്ലാം വിമാനത്താവളം എന്നും അറിയപ്പെടുന്നുണ്ട്. ബിജു പട്നായിക് വിമാനത്താവളം ഭുവനേശ്വറിലാണ്. ബിജു പട്നായിക് വിമാനത്താവളം എവിടെയാണ്? ഭുവനേശ്വറിലാണ്. ഡാബോളിം വിമാനത്താവളം ഗോവയിലാണ്. ഡാബോളിം വിമാനത്താവളം എവിടെയാണ്? ഗോവയിലാണ്. ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമി എവിടെയാ? ന്യൂഡൽഹിയിൽ. ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമി എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആണ് JRD ഡാറ്റ. ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആണ് JRD ഡാറ്റ. ഇന്ത്യയിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് നടത്തിയ വ്യക്തിയാണ് JR ഡാറ്റ. ഇന്ത്യയിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് നേടിയ വ്യക്തിയാണ് JRD ഡാറ്റ. ദേവി അഹല്യാബായ് ഹോൾക്കർ വിമാനത്താവളം ഇൻഡോറിലാണ്. ദേവി അഹല്യാബായ് ഹോൾക്കർ വിമാനത്താവളം എവിടെയാണ്? ഇൻഡോറിലാണ്. ഗുജറാത്തിലെ പ്രധാനപ്പെട്ട വിമാനത്താവളമാണ് അഹമ്മദാബാദ്. ഗുജറാത്തിലെ പ്രധാനപ്പെട്ട വിമാനത്താവളമാണ് അഹമ്മദാബാദ്. ഉംറോയി വിമാനത്താവളം മേഘാലയയിലാണ്. ഉംറോയി വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലാണ്. എയർ ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി. എയർ ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. എയർ ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ വിമാന സർവീസ് ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. എയർ ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞിട്ടുള്ള ഒരു വിമാന സർവീസ് ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ആദ്യമായി അന്താരാഷ്ട്ര വിമാനത്താവള പദവി ലഭിച്ച വിമാനത്താവളമാണ് അഹമ്മദാബാദ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ആദ്യമായി അന്താരാഷ്ട്ര വിമാനത്താവള പദവി ലഭിച്ച വിമാനത്താവളമാണ് അഹമ്മദാബാദ്. കൊൽക്കത്തയിലെ സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ടിന്റെ പഴയ പേരാണ് ഡംഡം എയർപോർട്ട്. കൊൽക്കത്തയിലെ സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ടിന്റെ പഴയ പേരാണ് ഡംഡം എയർപോർട്ട്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ യാത്രാ വിമാനമാണ് സരസ്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ യാത്രാ വിമാനമാണ് സരസ്. HAL അന്താരാഷ്ട്ര വിമാനത്താവളം ബംഗളൂരുവിലാണ്. HAL അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? ബംഗളൂരുവിലാണ്. കുഷോക് ബാക്കുള റിംപോച്ചെ വിമാനത്താവളം എവിടെയാണ്? ലഡാക്കിലെ ലേ എന്ന സ്ഥലത്താണ്. കുഷോക് ബാക്കുള റിംപോച്ചെ എന്ന വിമാനത്താവളം എവിടെയാണ്? ലഡാക്കിലെ ലേ എന്ന സ്ഥലത്താണ്. ഇന്ത്യൻ എയർലൈൻസിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ എയർലൈൻസിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ജൈവ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന വിമാനം പറത്തിയ കമ്പനിയാണ് സ്പൈസ് ജെറ്റ്. ഇന്ത്യയിൽ ആദ്യമായി ജൈവ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന വിമാനം പറത്തിയ കമ്പനിയാണ് സ്പൈസ് ജെറ്റ്. ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം ഉത്തർപ്രദേശിലെ ബബത്പൂരിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? ഉത്തർപ്രദേശിലെ ബബത്പൂരിലാണ്.
ഇന്ത്യൻ വ്യോമയാന രംഗം ദേശസാത്കരിച്ച വർഷമാണ് 1953. ഇന്ത്യൻ വ്യോമയാന രംഗം ദേശസാത്കരിച്ച വർഷമാണ് 1953. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. ഇന്ത്യൻ നിർമ്മിതമായ ആദ്യ വിമാനമാണ് ഹിന്ദുസ്ഥാൻ ട്രെയിനർ. ഇന്ത്യൻ നിർമ്മിതമായ ആദ്യ വിമാനമാണ് ഹിന്ദുസ്ഥാൻ ട്രെയിനർ. 1951 നിർമ്മിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് എയർ ആംബുലൻസ് സർവീസ് ആരംഭിച്ചത് കർണാടകത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് എയർ ആംബുലൻസ് സർവീസ് ആരംഭിച്ച സംസ്ഥാനമാണ് കർണാടക. ലോകപ്രിയ ഗോപിനാഥ് ബോർദലോയ് വിമാനത്താവളം ഗുവാഹത്തിയിലാണ്. ലോകപ്രിയ ഗോപിനാഥ് ബോർദലോയ് വിമാനത്താവളം എവിടെയാണ്? ഗുവാഹത്തിയിലാണ്. നാഗ്പൂർ വിമാനത്താവളം ഏത് നേതാവിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഡോക്ടർ അംബേദ്കറിന്റെ പേരിലാണ്. നാഗ്പൂർ വിമാനത്താവളം ഏത് നേതാവിന്റെ സ്മരണാർത്ഥമാണ് നാമകരണം ചെയ്തിട്ടുള്ളത്? ഡോക്ടർ അംബേദ്കറിന്റെയാണ്. ആദ്യമായി ഇന്ത്യയിൽ തദ്ദേശീയമായി ആരംഭിച്ച സിവിലിയൻ എയർക്രാഫ്റ്റ് ആണ് സരസ്. ആദ്യമായി ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച സിവിലിയൻ എയർക്രാഫ്റ്റ് ആണ് സരസ്. മര്യാദ പുരുഷോത്തം ശ്രീറാം എയർപോർട്ട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വിമാനത്താവളമാണ് അയോധ്യ. മര്യാദ പുരുഷോത്തം ശ്രീറാം എയർപോർട്ട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വിമാനത്താവളമാണ് അയോധ്യ. സാംബാജി മഹാരാജ് എയർപോർട്ട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വിമാനത്താവളമാണ് ഔറംഗാബാദ്. സാംബാജി മഹാരാജ് എയർപോർട്ട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വിമാനത്താവളമാണ് ഔറംഗാബാദ്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.